സന്തോഷം. സൂഫിയാന മിസ്റ്റിക് കലാമകളെക്കുറിച്ച്, മിസ്റ്റിക് സംഗീത സാഹിത്യത്തെക്കുറിച്ച്, സൂഫി സംഗീതത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരും ഉണ്ടാകും. ദിവ്യപ്രണയത്തിൻ്റെ പാട്ടുകളാണ് സൂഫിയാന കലാം. ദിവ്യപ്രണയം ഉള്ളിൽ പെയ്തു വരുന്ന മിസ്റ്റിക്കുകളാലും വിവിധ പാരമ്പര്യങ്ങളിലുള്ള മിസ്റ്റിക് സൂഫി കവികളാലും അവരിൽ നിന്നും എഴുതി വീണു വന്നു പോയ ചില വരികൾ ലോകത്തെ പല സംഗീത സാഹിത്യ രൂപങ്ങളിലൂടെ മനുഷ്യനിങ്ങനെ പരിചയിച്ചു വന്നതാണ്. അറബ്, പേർഷ്യൻ, ഉറുദു, മലയാളം, തമിഴ് ഭാഷകളിൽ സൂഫി കാവ്യങ്ങൾ വന്നപ്പോൾ മറ്റ് മിസ്റ്റിക് ട്രഡീഷനിലുള്ള കാവ്യങ്ങൾ സംസ്കൃതത്തിലും പാലിയിലും അതുപോലെ തന്നെ മറ്റൊരുപാട് ഭാഷകളിലും നമ്മുടെ നാട്ടിൽ മലയാളത്തിലും ഇങ്ങനെ പെയ്തു വീഴുകയുണ്ടായി. കൂടുതൽ പറയുന്നതിന് പകരം തൻ്റെ ജീവിതത്തിൽ ഒരു സൂഫി മിസ്റ്റിക് സ്പാർക്ക് അനുഭവിച്ച മഹാനായ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരൊറ്റ വാചകം കൊണ്ട് ഈ പാട്ടുകളിൽ മുഴുവൻ ഒളിഞ്ഞു കിടക്കുന്ന പൊരുൾ അതിലുണ്ടാകുക കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകും. ബഷീർ തൻ്റെ മാന്ത്രിക പൂച്ച എന്ന കഥയിൽ എങ്ങനെ പറയുന്നു: എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. പുല്ലും പുഴുവും മാമരങ്ങളും ജന്തുമൃഗാദികളും സാഗരവും പർവ്വതവും പക്ഷികളും സൂര്യചന്ദ്രന്മാരും നക്ഷത്രകോടികളും ക്ഷീരപഥവും സൗരയൂഥവും ഈ അണ്ഡകടാഹവും പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളൊക്കെയും ഞാൻ തന്നെയാകുന്നു. അനൽ ഹഖ്, അഹം ബ്രഹ്മാസ്മി. ഈ പറഞ്ഞതെന്താണോ അതൊക്കെയും ഒളിഞ്ഞു കിടക്കുന്ന വരികളാണ് ഗസലുകളായും ഖവാലികളായും ഈ സൂഫി ജോണറിൽ പെയ്തിറങ്ങിയത്. നമ്മളിന്ന് ആദ്യമായിട്ട് പാടുന്നത് പഞ്ചാബിലെ ഹസ്രത്ത് സഹീം ഷാ താജിയുടെ ഒരു ഗസൽ ആണ്. പ്രണയപ്പൊരുളായ ദൈവമേ, നിന്നിൽ ഞാൻ എപ്പോൾ അനുരക്തനായോ ആ സമയം എനിക്ക് മനോഹരമായ ഭ്രാന്താണല്ലോ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിന്നോടുള്ള അനുരാഗത്തിൻ്റെ ഭ്രാന്താണ് എനിക്ക്. അതിനാണല്ലോ ആളുകൾ എന്നെ കല്ലെടുത്തെറിയാൻ കൈകളിൽ കല്ലുമായി നിൽക്കുന്നത്. ഓ മോലാ മൗലാ तू ही आफताब चश्मन बा जमाल
बाके चश्मे बाज़दार। जब से तूने मुझे दीवाना बना रखा है, जब से तूने मुझे दीवाना बना रखा है। संग हर शख्स ने, संग हर शख्स ने हाथों में उठा रखा है। जब से तूने मुझे दीवाना बना रखा है, जब से तूने मुझे दीवाना बना रखा है। संग हर शख्स ने, संग हर शख्स ने हाथों में उठा रखा है। जब से तूने मुझे दीवाना बना रखा है, जब से तूने मुझे दीवाना बना रखा है। संग हर शख्स ने, संग हर शख्स ने हाथों में उठा रखा है। जब से तूने, जब से तूने मुझे दीवाना बना रखा है।
നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. उसके दिल पर भी घड़ी इश्क में गुजरी होगी, उसके दिल पर भी घड़ी इश्क में गुजरी होगी, नाम जिसने भी मोहब्बत का सजा रखा है, जब से तूने मुझे दीवाना बना रखा है, जब से तूने मुझे दीवाना बना रखा है, संग हर शख्स ने हाथों में उठा रखा है, जब से तूने मुझे दीवाना बना रखा है, जब से तूने मुझे दीवाना बना रखा है, संग हर शख्स ने हाथों में उठा रखा है, जब से तूने मुझे दीवाना बना 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 रखा है. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ജീവിച്ചിരുന്ന KV അബൂബക്കർ മാഷിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സൂഫി കലാമാണ്. പലരും നമ്മളെ മക്കാറാക്കണ, പലരും നമ്മളെ മക്കാറാക്കണ, പറയും ഞാനാ ഹക്ക്, പലരും നമ്മളെ പിരാന്തനാക്കണം, പലരും നമ്മളെ പിരാന്തനാക്കണം, തുടരും ഞാൻ പോക്ക്, പട്ടാപ്പകൽ ചൂട്ടും നിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഞാൻ മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ
ദുനിയാവിലാണ് ഞാൻ മനുഷ്യനെ തേടി നടക്കുന്നത്. ജാതി കൊണ്ടും മതം കൊണ്ടും അനേക രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും മനുഷ്യർക്കിടയിൽ വൈരം തീർക്കുന്ന ആളുകളെയാണല്ലോ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് എനിക്കൊരു മനുഷ്യനെ കാണാൻ സാധിക്കും? ഈ ദുനിയാവിൽ ഇനിയൊരു മനുഷ്യനെ തേടി നടന്നിട്ട് കാര്യമില്ല. എപ്പോഴാണ് ദുനിയാവാകുന്നത്? മഹാനായ സൂഫി ജലാലുദ്ദീൻ റൂമി തന്റെ മസ്നവി എന്ന പേർഷ്യൻ പോയട്രിയിൽ ഇങ്ങനെ പറയാം: ചീസ്ത് ദുനിയ ചീസ്ത് ദുനിയ അസ് ഖുദാ ഹാഫിൽ ബദൻ ചീസ്ത് ദുനിയ അസ് ഖുദാ ഹാഫിൽ ബദൻ. എപ്പോൾ ഹൃദയം തൻ്റെ ആത്മനാഥനുമായി പ്രണയഭരിതമാകുന്നില്ലയോ ആ സമയം അവന് ഈ ഇടമൊക്കെയും വരണ്ട ദുനിയാവായി മാറുന്നു. പിന്നെ എങ്ങനെയാണ് ഹൃദയത്തിൽ പ്രണയമില്ലെങ്കിൽ എങ്ങനെയാണ് ഭേദചിന്തകളില്ലാതെ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കുക? മനുഷ്യനുണ്ടെന്ന് വിചാരിച്ച് ഉപദേശികളുടെ അടുത്ത് പോയി നോക്കുമ്പോൾ അവിടുത്തെ കാര്യം അതിലേറെ കഷ്ടമാണ്. KV പറയുന്നത്: പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പെട്ടിപ്പാട്ടും പാടി നടക്കുന്ന പട്ടിണി കൻപോലങ്ങൾ, പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പെട്ടിപ്പാട്ടും പാടി നടക്കുന്ന പട്ടിണി കൻപോലങ്ങൾ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ, കയ്യിൽ തീട്ടാതെ നടക്കുന്ന കഴുകന്മാരുണ്ടിവിടെ, കയ്യിൽ തീട്ടാതെ നടക്കുന്ന കഴുകന്മാരുണ്ടിവിടെ, പട്ടാപ്പകല് ചൂട്ടും പിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും പിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല, ഞാൻ മനുഷ്യനെ കണ്ടില്ല. കാവ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിലുള്ള ഉപമകളും ഉദാഹരണങ്ങളുമാണ്. പിന്നീട് സൂഫി കവിത എഴുത്തിൽ ഇത്തരത്തിലുള്ള ഉപമകളുടെയും അലങ്കാരങ്ങളുടെയും കളിയായി മദ്യം, മദ്യശാല, കള്ള്, ലഹരി, കല്യാണം, കാമുകൻ, കാമുകി ഇതൊക്കെയും ദിവ്യപ്രണയത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന രീതി സൂഫികളിലുണ്ടായി. പിന്നീട് പാട്ടുകൾ തിരിച്ചും മറിച്ചും അത്തരം പാട്ടുകൾ ഈ കാഴ്ചയിലൂടെയും ഇത്തരം പാട്ടുകൾ ആ കാഴ്ചയിലൂടെയും കാണുന്ന ഒരു രീതി തുടങ്ങി. ലോകപ്രശസ്ത പാക് സൂഫി ഖവാൽ ഫത്തേ അലി ഖാൻ സാഹബിന്റെ ഒരു പാട്ടാണ് അടുത്തത്. കാമുകനും കാമുകിയും ഒരാളുടെ ചമയങ്ങളെല്ലാം കണ്ട് മറ്റേയാൾക്ക് അത്രമേൽ പിരാന്തായി പോയി എന്നാണ് ഇതിന്റെ ബാഹ്യാർത്ഥം.
का सहरा सुहाना लगता है दुल्हन का तो दिल दीवाना लगता है दुल्हन का तो दिल दीवाना लगता है दूल्हे का सहरा सुहाना लगता है दूल्हे का सहरा सुहाना लगता है दुल्हन का तो दिल दीवाना लगता है
लगता है। पल पल में कैसे बदलते हैं रिश्ते, पल पल में कैसे बदलते हैं रिश्ते। अब तो हर अपना बेगाना लगता है, दूल्हे का सेहरा सुहाना लगता है, दूल्हे का सेहरा सुहाना लगता है, दुल्हन का तो दिल दीवाना लगता है, दुल्हन का तो दिल दीवाना लगता है, दुल्हन का तो दिल दीवाना लगता है। മലയാള സാഹിത്യ ലോകത്ത് കാവ്യപ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കിടയിൽ പഠിക്കപ്പെടാതെ പോയ ഒരുപാട് സൂഫി സാഹിത്യ രൂപങ്ങളിലൊന്നാണ് പുലവർ പാട്ട് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒരു കാവ്യമാണ് അടുത്തത്. ടി.എം. ഇബ്നു അലി എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ രചയിതാവ്. പ്രണയപ്പൊരുളും പ്രപഞ്ചാത്മാവുമായ ദൈവത്തിനും അഗാധമായ പ്രണയമുണ്ടായതിൻ്റെ ഫലമാകുന്നു നീയും ഞാനും. ആകാശം അഥവാ ചിതാകാശ ലോകത്തെ പ്രണയത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഈ ഞാൻ. ആ പ്രണയത്തിൻ്റെ ഫലമാണ് ഈ ഞാനും ഈ ഞാനെന്ന ബോധവും. ഈ ലോകമിങ്ങനെ മാഞ്ഞുകൊണ്ടേയിരിക്കുന്നതാകുന്നു. ദൈവത്തെയും മനുഷ്യനെയും പരസ്പരം പ്രണയഭാജനവും പ്രണേതാവുമായി കാണാത്തത് എന്താണ്? ബാഹ്യമതലോകം ആരാധനയുടെയും കേവല ആരാധനയുടെയും മുതലാളി തൊഴിലാളി ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദൈവത്തെ കച്ചവടച്ചരക്കാക്കി മനുഷ്യരെ ഉപദേശിച്ച് പീഡിപ്പിക്കുമ്പോൾ സൂഫികൾ പറയുന്നു അത് പ്രണയത്തിൻ്റെ പൊരുളാകുന്നു. നീ ആ പ്രണയത്തിൻ്റെ ഭ്രാന്തിലായി നോക്ക്, അപ്പോൾ നീയും അതും പരസ്പരം മജ്നുവും ലൈലയും പോലെ ആയിരിക്കും.
കാണാതിന്നും ഇരിക്കുന്ന മാതേ, കാണാതിന്നും ഇരിക്കുന്ന മാതേ, കാറ് കേറിയ കൊള്ളാമോ സീതേ, കാണാതിന്നും ഇരിക്കുന്ന മാതേ, കാറ് കേറിയ കൊള്ളാമോ സീതേ, താനും കണ്ണിലുണ്ടി തരണം എണ്ണി എണ്ണി, താനും കണ്ണിലുണ്ടി തരണം എണ്ണി എണ്ണി, തോറ്റും ലൈല മായ മായ ലോകത്തല്ലു ലീല, മായ മായ ലോകത്തല്ലു ലീല, മാനപ്രേമത്തിലെ മൺകൂടാനതിലെ, മാനപ്രേമത്തിലെ മൺകൂടാനതിലെ മെയ്യും ലൈല, മായ മായ ലോകത്തല്ലു ലീല, മായ മായ ലോകത്തല്ലു ലീല. മാനപ്രേമത്തിലെ മൺകൂടാനതിലെ, മാനപ്രേമത്തിലെ മൺകൂടാനതിലെ മെയ്യും ലൈല, മായ മായ ലോകത്തല്ലു ലീല, മായ മായ ലോകത്തല്ലു ലീല. നാലും കൊണ്ട് നാലാറി മുഴുകി, നാലും കൊണ്ട് നാലാറി മുഴുകി, നന്നായി അർപ്പിച്ചിട്ടുള്ളം കഴുകി, നാലും കൊണ്ട് നാലാറി മുഴുകി, നന്നായി അർപ്പിച്ചിട്ടുള്ളം കഴുകി, നാലും കൊണ്ട് നാലാറി മുഴുകി, നന്നായി അർപ്പിച്ചിട്ടുള്ളം കഴുകി. പ്രേമത്തിൻ രഹസ്യങ്ങൾ, പ്രേമത്തിൻ രഹസ്യങ്ങൾ മർത്യന്റെ ചുണ്ടത്തല്ല, പ്രേമത്തിൻ രഹസ്യങ്ങൾ മർത്യന്റെ
നിന്റെ ചുണ്ടത്തല്ല, പ്രേമത്തിൻ വാസസ്ഥാനം, പ്രേമത്തിൻ വാസസ്ഥാനം അജ്ഞാതം വിദൂരസ്ഥം. ഇത് ജി ശങ്കരക്കുറുപ്പിന്റെ വരി. സൂഫി കാവ്യങ്ങൾ യഥാർത്ഥത്തിൽ മലയാള സാഹിത്യ ലോകം നേരത്തെ പരിചയിച്ചിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പ്, സർദാർ KM പണിക്കർ, PR രാമചന്ദ്രൻ, ചങ്ങമ്പുഴ ഇവരൊക്കെയും സൂഫി കാവ്യങ്ങൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. മധുരോത്സവം തുടങ്ങിയ വാക്കുകൾ. ഇംഗ്ലീഷിൽ നിന്നാണ് ആ പരിഭാഷ വന്നത് എന്നതുകൊണ്ട് അതൊരു സൂഫി കാവ്യമായിട്ടല്ല, ദിവ്യപ്രണയത്തിന്റെ കാവ്യമായിട്ടല്ല മലയാളം അതിനെ പരിചയിച്ചത്. പിന്നീടാണ് യഥാർത്ഥത്തിൽ ലൈല ആരാണ്, മജ്നു ആരാണ്. ലൈല മജ്നു എന്നുള്ള പേരിൽ പഴയ ആളുകൾക്കൊക്കെ അറിയാം, ഒരു സിനിമ തന്നെയുണ്ട്. ഖൈസുബിന് മുലവ്വ എന്നയാളുടെ ഒരു പ്രണയ കാവ്യമായിരുന്നു അത്. നിസാമുദ്ദീൻ ഗഞ്ചവി എന്ന ഒരു പേർഷ്യൻ പോയറ്റ് ഇതിനെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള പ്രണയമായിട്ട് അതിനെ പരിചയപ്പെടുത്തുന്നു. കുമാരനാശാൻ തന്നെ തൻ്റെ ലീല എഴുതിയത് ലൈല എന്ന ഒരു കാവ്യത്തിൻ്റെ മുഖചിത്രവും മറ്റും ഡൽഹിയിൽ നിന്ന് കണ്ടതുകൊണ്ടാണ് എന്ന് പിന്നീട് സാഹിത്യ വിശാരദന്മാർ, നിരൂപകന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ലൈലയും മജ്നുവും എങ്ങനെയാണ് സൂഫി കാവ്യങ്ങളിൽ ഒക്കെയും വന്നത്. അതൊക്കെയും ദിവ്യപ്രണയത്തെക്കുറിച്ചുള്ള പാട്ടുകളായിട്ട് വന്നതാണ്. നിനക്കെന്തുകൊണ്ടാണ് ആരാധന ഒരു കൊഞ്ചലാകാത്തത്? ആരാധനയെ പേടികൊണ്ടുള്ള കാര്യമായി നിലനിർത്തുന്നത് ദൈവത്തെ കച്ചവടം ചെയ്യുന്ന പുരോഹിതന്മാരാണ്. എന്നാൽ അതിനെ പ്രണയമായി അറിഞ്ഞാൽ അതെത്രമേൽ രസമായിരിക്കുമെന്ന് റിബലുകളായ സൂഫികൾ ചോദിക്കും. നാലും കൊണ്ട് നാലാറി മുഴുകി, നാലും കൊണ്ട് നാലാറി മുഴുകി, നന്നായ തെച്ചിട്ടുള്ളം കഴുകി, നാലും കൊണ്ട് നാലാറി മുഴുകി, നന്നായ തെച്ചിട്ടുള്ളം കഴുകി, താനെ തിന്മതിർത്ത് തോനെ നന്മ ചെയ്ത്, താനെ തിന്മതിർത്ത് തോനെ നന്മ ചെയ്ത്, എന്റെ ലീല മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല, മാനപ്രേമത്തിലെ മൺകൂടാനതിലെ, മാനപ്രേമത്തിലെ മൺകൂടാനതിലെ മേയും ലൈല, മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല, മാനപ്രേമത്തിലെ മൺകൂടാനതിലെ, മാനപ്രേമത്തിലെ മൺകൂടാനതിലെ മേയും ലൈല, മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല. നീ ഫത്തേ അലി ഖാൻ സാഹിബിന്റെ പാട്ടാണ് അടുത്തത്. ഇന്നത്തെ ഈ വൈരവും വിദ്വേഷവും ശത്രുതയും നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ ഇത്തരം പാട്ടുകൾ മനുഷ്യന്റെ സൗഹൃദത്തിന്റെ ഇടങ്ങളിൽ ഏതുതരം പൂന്തോട്ടത്തിന്റെ വിത്തുകളാണ് നട്ടത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കലാം. ഈ പാട്ട് ആദ്യമായിട്ട് ഉസ്താദ് ഫത്തേ അലി ഖാൻ സാഹിബ്, പാകിസ്ഥാൻ ഗായകനാണ് അദ്ദേഹം, ഇന്ത്യയിലേക്ക് ആദ്യം ഇന്ത്യ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പാടിയ പാട്ടാണ്. ഈ പാട്ട് പാടിയത് പാകിസ്ഥാനിയാണെങ്കിൽ ഈ പാട്ട് എഴുതിയത് ഇന്ത്യക്കാരിയായ മീരയാണ്. കൃഷ്ണനിൽ അലിഞ്ഞു ചേർന്നു എന്ന് നമ്മൾ പഠിക്കുന്ന മീരാബായിയുടെ വരികളാണ് ഇത്. ഏകമാത്ര ലോകത്തെ മാത്രം ഒരൊറ്റ ജനം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഈ കെട്ടകാലത്ത്
ഇത്തരം ഉദാഹരണങ്ങൾ തന്നെ എങ്ങനെ പറയുമെന്ന് ഭയമുള്ള ഒരു ലോകമാണ് ഇത് അതിനു മുമ്പൊക്കെയുള്ള പാട്ടാണ്. കൃഷ്ണനെ സൂഫികൾ കണ്ടത്, മിസ്റ്റിക്കുകൾ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു സൂഫി ഗാനമാണ് യാദ് ഹേ കുച്ച് ഭി ഹമാരി കനയ്യ, കൃഷ്ണ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്നുള്ളത്. എന്താണ് കൃഷ്ണൻ എന്നുള്ളതിന് സൂഫികൾ പറയുന്ന ഒരൊറ്റ കാര്യം പറയും. ഗോപികമാര് കുളിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രമെടുത്ത് ഓടിപ്പോയവൻ കൃഷ്ണൻ. ആളുകൾ ഉദാഹരണത്തിൽ ഇങ്ങനെ തങ്ങി അള്ളിപ്പിടിച്ചു നിൽക്കും. പൊരുളറിഞ്ഞവർ ആ മറയെ തുറക്കും. സൗന്ദര്യമുള്ള ജ്ഞാന രഹസ്യങ്ങളാണ് ഗോപികമാർ. അതിന് മേലെ മൂടപ്പെട്ട അജ്ഞാനത്തിന്റെയും അസൂയയുടെയും അഹങ്കാരത്തിന്റെയും മൂടുപടങ്ങളാണ് ആ ഗോപികമാരുടെ വസ്ത്രങ്ങൾ. നന്നായി അർത്ഥിച്ചിട്ടുള്ളം കഴുകി എന്ന് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞു. അസൂയ കൊണ്ടും അഹങ്കാരം കൊണ്ടും മൂടപ്പെട്ട ഈ ഹൃദയത്തെ കഴുകി ആ മറ നീക്കി ജ്ഞാനരഹസ്യങ്ങളായ ഗോപികമാരെ കാണുന്നുവോ അവൻ കൃഷ്ണൻ. നീ എപ്പോഴത് കാണുന്നുവോ ആ സമയം നീ കൃഷ്ണനാകും. അതിൽ നീ എപ്പോൾ മൗനിയാകുന്നുവോ ആ സമയം നിന്റെ പേർ ബുദ്ധൻ എന്നാകും. എപ്പോൾ അനുകമ്പയും കരുണയും നീ പുറത്തേക്ക് പടർത്തുന്നുവോ ആ സമയം നിന്റെ പേർ മുഹമ്മദ് എന്നാകും. എന്താകുന്നു ശ്വാസം? ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശ്വാസത്തിന്റെ മുത്തുമാലയിൽ പ്രണയപ്പൊരുളായ ആത്മനാഥന്റെ പേരാണുള്ളത്. അതിനെ പ്രണയിച്ചാൽ നീയും അതും ഒരൊറ്റ നിറമാകും. രാധ നിരന്തരം കൃഷ്ണനെ തന്നെ പ്രണയിച്ച് അവസാനം രാധ തന്നെയും കൃഷ്ണവർണ്ണമായി എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും കൂടി ആയിട്ട് ഈ പാട്ട് പാടുന്നു. सांसों की माला पे सिंदूर में लिखा नाम, सांसों की माला पे सिंदूर में लिखा नाम। अपने मन की मैं जानू और पी के मन की राह, सांसों की माला पे सिंदूर में लिखा नाम। यही मेरी बंदगी है, यही मेरी पूजा, सांसों की माला पे सिंदूर में लिखा नाम। एक का साजन मंदिर में और एक का प्रीतम मस्जिद में, पर मैं सांसों की माला पे सिंदूर में लिखा नाम। सांसों की माला पे सांसों की माला पे सांसों की माला पे सिंदूर में लिखा
माला पे, सांसों की माला पे, सांसों की माला पे, सिमरों में सिमरों में सिमरों में तेरा नाम। सांसों की माला पे, सांसों की माला पे, सांसों की माला पे, सिमरों में सिमरों में सिमरों में तेरा नाम। सांसों की माला पे, 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 सिमरों में सिमरों में सिमरों में तेरा नाम। सांसों की माला पे, सांसों की माला पे, सांसों की माला पे, सिमरों में सिमरों में सिमरों में तेरा नाम। सांसों की माला पे, सांसों की माला पे, सांसों की माला पे, सांसों की माला पे, सिमरों में सिमरों में सिमरों में तेरा नाम। सांसों की माला पे, सांसों की माला पे, सांसों की माला पे, सिमरों में सिमरों में सिमरों में तेरा नाम। प्रीतम का तुझे दोष नहीं है, प्रीतम का तुझे दोष नहीं है, वो तो है निर्दोष। प्रीतम का तुझे दोष नहीं है, वो तो है निर्दोष, वो तो है निर्दोष। अपने आप से बातें करके हो गई बेबदनाम। सांसों की माला पे, सिमरों में तेरा नाम। सांसों की माला पे, सिमरों में तेरा नाम। अपने मन की में जान और पी के मन की राम। सांसों की माला पे, सिमरों में तेरा नाम। सांसों की माला पे, सिमरों में तेरा नाम। अपने मन की में जान और पी के मन की राम। सांसों की माला पे, सिमरों में तेरा नाम। सिमरों में तेरा नाम, सिमरों में तेरा नाम। അവസാനത്തെ പാട്ടാ അച്ഛാ, അവസാനത്തെ പാട്ടാ. ഖാൻ സാഹിബിന്റെ തന്നെ ഒരു ലോക പ്രശസ്തമായ ഒരു കലാമാണ് ഇത്. പാകിസ്ഥാൻ പ്രവിശ്യയിൽപ്പെട്ട പഞ്ചാബിൽ ജീവിച്ചിരുന്ന ലാൽ ഷഹബാസ് ഖലന്ദർ എന്ന
ആളിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു പാട്ടാണ് ഇത്. ദിവ്യാനന്ദത്തിൻ്റെ പാട്ടുകൾ, ദ വേഴ്സസ് ഓഫ് എക്സ്റ്റസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫത്തേ അലി ഖാൻ സാഹിബിൻ്റെ ഈ പാട്ടിൻ്റെ ട്യൂണ് പിന്നീട് ഹിന്ദി സിനിമയിലും ഒക്കെ നിങ്ങൾ തന്നെ ചിലപ്പോൾ പരിചയിച്ചിട്ടുണ്ടാകും. ആ പാട്ടാണ് അടുത്തതായിട്ട് പാടുന്നത്. ജസ്റ്റ് ഒന്ന് പിന്നെ നമ്മുടെ അപ്പം ഏതായാലും ആ പാട്ടിലേക്ക് പോകാം നമുക്ക്. अकबर ग्रीन मोहम्मद मोहम्मद आसिया मस्त मस्त दम मस्त कलंदर मस्त दम मस्त कलंदर मस्त मस्त दम मस्त कलंदर मस्त इको विरद है दम दम अली अली इको विरद है दम दम अली अली सखीलाल कलंदर मस्त मस्त सखीलाल कलंदर मस्त मस्त झूलेलाल कलंदर मस्त मस्त दम मस्त कलंदर मस्त मस्त दम मस्त कलंदर मस्त दम मस्त कलंदर मस्त मस्त दम मस्त जमलंगा तू अली 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 अकी जमलंगा अकी जमलंगा तू अली 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 अकी जमलंगा सचिया तू बानी लेनी के अकी जमलंगा सचिया तू बानी लेनी के अचनते अलसर अली अली लेनी के मस्त 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 कलंदर मस्त 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 कलंदर मस्त दम मस्त कलंदर मस्त 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 कलंदर सुहाई
राते गरम कमाए जे दावी तेरे डरते आए तो न कदी भी खाली जाए इको गिरदे दम दम अली अली इको गिरदे दम दम अली अली साथीलाल कलंदर मस्त मस्त साथीलाल कलंदर मस्त मस्त झूलेलाल कलंदर मस्त मस्त दम मस्त कलंदर मस्त मस्त दम मस्त कलंदर मस्त दम मस्त कलंदर मस्त मस्त दम मस्त कलंदर अख जमलंगा तू अली 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 अख जमलंगा अख जमलंगा तू अली 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 अख जमलंगा अख जमलंगा सच्ची अपमान लेके अख जमलंगा सच्ची अपमान लेके अजनते अल सरी अली अली लेके मस्त 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 दम मस्त 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 दम मस्त 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 दम मस्त कलंदर मस्त मस्त दम मस्त कलंदर मस्त दम मस्त कलंदर मस्त मस्त दम मस्त कलंदर मस्त उस्ताद अजीज कलंदर मस्त
പ്രിയമുള്ളവരെ, ആദ്യമായി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കേണ്ടുന്ന ഈ പരിപാടി നമുക്ക് 1 മണിക്കൂർ വെച്ച് നിർത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ ഒക്കെ അടുത്ത സുഹൃത്തും ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകയും കൈരളി ഗ്രന്ഥശാലയുടെ ഡയറക്ട് ബോർഡ് അംഗവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും തിക്കോടി CPIM ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള സഖാവ് സുനിതേച്ചി ഈ പരിപാടിയുടെ ഇടയിൽ വെച്ച് ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞ വിവരം സങ്കടപൂർവ്വം അറിയിക്കട്ടെ. അതിൽ ഈ ഫെസ്റ്റ് ആ സങ്കടത്തിൽ പങ്കാളി ആയിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുഴുവൻ ജനങ്ങളും പങ്കാളികളാവണമെന്ന സന്ദേശമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.